ഈ പ്രപഞ്ചത്തിന്റെ ശരിക്കുള്ള സത്യം അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മളൊരു 1 കോടി പുണ്യം ചെയ്യാതിരിക്കട്ടെ, അത് അത്രയും വെള്ളത്തിലങ്ങ് പോവും. ഒരൊറ്റ തെറ്റിയത് നോക്കട്ട്, അത് പൊക്കിയെടുത്ത എയർ ഇങ്ങനെ വെച്ചേക്ക്. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എപ്പോഴും നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളൊന്ന് മാറ്റാൻ നോക്കിയാലോ, അപ്പൊ എല്ലാം കൂടെ അവന്റെ മണ്ട കയറും. സാറിന് നിലത്തൊന്നും നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ സ്ലാബിന്റെ മുകളിൽ കയറിയിരിക്കണേ? ചുമ്മാ കയറിയിരുന്ന് രസമല്ലേ? വലിയ രസമൊന്നുമില്ല. താഴെ ഇറങ്ങടാ. എന്താ ചേച്ചി മുകളിൽ കയറുന്ന പ്രശ്നം? സ്ലാബ് എങ്ങനെ പൊട്ടിക്കയറ്റാൻ നീ നന്നാക്കുവോ? സ്ലാബ് പൊട്ടിക്കയറ്റാൻ നീ നന്നാക്കുവോന്ന്? ഈ സ്ലാബ് പൊട്ടാനാ? മാത്രമല്ല എനിക്ക് എന്തോ ഒറ്റ ദിവസം കൊണ്ട് വെയിറ്റും കൂടിയാ. ആ വെയിറ്റ് കൂടും. ചേച്ചിക്ക് എന്തിനാ ചേച്ചി പ്രശ്നം? എന്റെ മളി കയറിക്കുന്നതാണ് പ്രശ്നം. ആ അതെ. 2 ദിവസം മുമ്പ് ചേച്ചി എന്റെ മളി കയറി കിടക്കുമല്ലായിരുന്നു ചേച്ചി. എടാ ഞാൻ ഇരുന്നാലും കിടന്നാലും അത് സ്ലാബ് പോലും അറിയില്ല. അതുപോലെയാണോ നീ? നിനക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും അതിനകത്ത് മണ്ട കയറി ഇരിക്കാൻ പാടില്ല. ആരും ഇരിക്കുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? കുറെ നേരമായി ചേച്ചി. എടാ ഇപ്പൊ ഈ വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാന്ന് വിചാരിച്ചോ? ഞാൻ തന്നെ എല്ലാം നന്നാക്കണ്ടേ? വേറെ ആരെങ്കിലും പൈസ ഉണ്ടാ? പറയുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷെ അതാണ് സത്യം. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു കണക്കിന് കേറി ഇരിക്കാതിരിക്കുന്ന നല്ലത്. ദോഷമാ കുഞ്ഞേ. ദോഷം? ഇതൊക്കെ ഏത് നിയമം? ഇതിപ്പോ നമ്മുടെ സ്വന്തം വീടായപ്പോ ഫ്രീഡം കുറഞ്ഞതുപോലെ. മോക്ക് ഞാൻ ഫ്രീഡം തരാം. ഒരു കാര്യം ചെയ്യ്, ഈ വീടൊന്ന് നശിപ്പിക്ക്, എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്ക്. അപ്പൊ ഫ്രീഡം കിട്ടുമല്ലോ. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 9001 56 8008 001 20.